ഇന്ന് ലോജിക് ചാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ, എങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, അപ്പോൾ ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് ലോജിക് ചാറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ, അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് സ്റ്റോക്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ബോൺഡ്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയുടെ ഒരു ഐഡിയ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡൗൺ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കയറുക, ആ ഒരു ടൈമിൽ നമ്മുടെ റിട്ടേൺസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയുടെ ഒരു ബേസിക് ഐഡിയ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡൗൺ പോകുന്ന സമയത്ത് നമുക്ക് നോർമലി കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ബോൺഡ്സിൻ്റെയൊക്കെ പ്രൈസ് ഇൻക്രീസ് ആവാറുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെയൊക്കെ പ്രൈസ് ഡൗൺ പോകുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡൗൺ പോകുന്ന സമയത്ത് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കയറുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺസ് അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയുടെ ഒരു ഐഡിയ വരുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഈ സമയത്ത് വേണമെങ്കിൽ പ്രൈസ് കൂടിയ ഗവൺമെൻറ് ബോൺഡ്സ് സെയിൽ ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു റീബാലൻസിങ് നടത്താനും ഇൻവെസ്റ്റേഴ്സിന് സാധിക്കും. അപ്പോൾ ഇതും ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയുടെ ഒരു ഐഡിയയാണ്, ഒരു റീബാലൻസിങ് വരുന്നത്. അപ്പം നമ്മളൊരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അലോക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും സെയിം ലെവൽ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ സെയിം ലെവൽ ഓഫ് അലോക്കേഷൻ വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്ന അലോക്കേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് 60% സ്റ്റോക്സും 40% ഗവൺമെൻറ് ബോൺഡ്സും ആയിരിക്കും എൻ്റെ ഒരു അലോക്കേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു അലോക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു അലോക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ടിന് വർക്ക് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഗോൾസ്, അതുപോലെ തന്നെ നമ്മുടെ ടൈം ഡ്യൂറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മളൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്ന് ലോജിക് ചാറ്റിൽ ഡിസ്കസ്. വെറുതെ കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു മീനിങ് ഇല്ല. നമ്മളൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്ന് ലോജിക് ചാറ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗോൾ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ഗോൾ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ റിട്ടയർമെൻ്റ് ആണ് നിങ്ങളുടെ ഗോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയുടെ ഗോൾ എന്ന് പറയുന്നത് റിട്ടയർമെൻ്റ് ആണ്. 50 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആവണം. റിട്ടയർ ആവുന്ന ടൈമിൽ അദ്ദേഹത്തിന് ഒരു കോടിയുടെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതായത് 30 വയസ്സുള്ള ഒരു വ്യക്തി 50 വയസ്സിൽ റിട്ടയർ ആവുന്നു. അപ്പോൾ ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് അവിടെ വരുന്നത് 20 വർഷമാണ് നമുക്കവിടെ ടൈം ഡ്യൂറേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് 50 വയസ്സാകുമ്പോഴേക്കും 1 കോടിയുടെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. അതായത് നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഗവൺമെൻറ് ബോൺഡ്സിലേക്ക്, ബാങ്ക് FDയിലേക്ക് 100% നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 100% റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഒരു 50% നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ 50% നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതായത് ഗവൺമെൻറ് ബോൺഡ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇനി റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 80% വരെ നിങ്ങൾക്ക് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 20% ഒക്കെ നിങ്ങൾക്ക് ബോൺഡ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് എത്രത്തോളമാണ്, അതായത് നിങ്ങൾക്ക് റിസ്ക് എടുത്ത് എത്ര പെർസെൻറ്റേജോളം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, അത് നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ താല്പര്യപ്പെടുന്നു, അത് സേഫ് കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. തേർഡ് സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസറ്റ് ക്ലാസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ വരുന്നത്.
അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ എത്രത്തോളം വരും എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ റിസ്ക് ടോളറൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ റിസ്ക് ടോളറൻസ് മനസ്സിലാക്കിയപ്പം ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ, അതുപോലെ തന്നെ നമ്മുടെ ടൈം ഡ്യൂറേഷൻ, അതുപോലെ നമ്മുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അസറ്റ് ക്ലാസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ മുമ്പിൽ ലോങ് ടേം ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ആണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു 20 വർഷത്തോളം നമുക്കൊരു ടൈം ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ലോങ് ടേം ഡ്യൂറേഷൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ടേം ഡ്യൂറേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് സ്റ്റോക്കിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ മുമ്പിലൊരു ടൈം ഡ്യൂറേഷൻ കുറവാണ്, അതായത് നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സ് ഒക്കെ ഉള്ളിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ബോൺസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ, അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പല അസറ്റ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് ലെവൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മന്ത്ലി ഒരു 10,000 റുപ്പീസാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 10,000 റുപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു 7,000 റുപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് 3,000 റുപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കീമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു എമൗണ്ട് നിങ്ങൾക്ക് പല അസറ്റ് ക്ലാസ്സുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5,000 റുപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 3,000 വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 2,000 റുപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോൺസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് ലെവൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീബാലൻസ് യുവർ പോർട്ട്ഫോളിയോ. അതായത് നമ്മളൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പോൾ ബിൽഡ് ചെയ്തല്ലോ ഇനി പോയി റെസ്റ്റ് എടുക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ. നമുക്കറിയാമല്ലോ ഈവൻ സെക്കൻഡ്സിൽ പോലും ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. അങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ട് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു അസറ്റ് ക്ലാസ്സിനെ നിങ്ങൾ സെൽ ഓഫ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ ഡൗൺ പോകുന്ന സമയത്ത് ഗവൺമെൻറ് ബോൺസിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റീബാലൻസിങ് നടത്താൻ സാധിക്കുന്നതാണ്. അതായത് പ്രൈസ് കൂടിയ ഗവൺമെൻറ് ബോൺസ് നിങ്ങൾ സെല്ല് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് റീബാലൻസിങ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നിങ്ങൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ട് അത് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ചുമ്മാ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ ഇവിടെയും ചെയ്യാതെ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ